Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala Sayyidil Mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. പ്രിയപ്പെട്ട മോമിനികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ 122ാമത്തെ വീഡിയോയിൽ VA4 എന്ന അറബി ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ അറബി ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മാലിയായ ഫിയൽ ഫത്തഹ എന്നുള്ളതാണ്. ഫത്തഹയുടെ 14 രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗായിബിൻ്റെ സീറ, മുഖാത്തബിൻ്റെ സീറ, പിന്നെ മുത്തകല്ലിമിൻ്റെ സീറ. സീറ എന്ന് പറഞ്ഞാൽ പദം. ഇങ്ങനെ 3 തരം വാക്കുകൾ, അതിന് തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്ന 3 ഇംഗ്ലീഷിലുണ്ട്. ഫസ്റ്റ് പേഴ്സൺ ആണ് സിംഗുലർ, മുത്തകല്ലിമിൻ്റെ സീറ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ്. പിന്നെ സെക്കൻഡ് പേഴ്സൺ ആണ് യു എന്നുള്ളത്. അതിന് അറബിയിൽ മുഖാത്തബിൻ്റെ സീറ എന്നുള്ളത്. പിന്നെ റായിബിൻ്റെ സീറയാണ്, അതിന് തേർഡ് പേഴ്സൺ എന്ന് പറയാം. ഓരോന്നും 6 വാക്കുകളുണ്ട്. 6 വാക്കുകൾ വീതമുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ തേർഡ് പേഴ്സൺ സ്ത്രീലിംഗം പുല്ലിംഗം മൂന്നെണ്ണം ഉണ്ട്. 3 സ്ത്രീലിംഗം, 3 പുല്ലിംഗം ആദ്യം, പിന്നെ 3 സ്ത്രീലിംഗം. പിന്നെ സെക്കൻഡ് പേഴ്സൺ യു എന്നുള്ളത്, നീ എന്നുള്ളത് പറയും, നീ, നിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീലിംഗം പുല്ലിംഗം, അതും 6 എണ്ണം. പിന്നെ 2 മുത്തകല്ലിമിൻ്റെ സീറ. മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്ലൂറൽ, അത് 2 എണ്ണം. അങ്ങനെ 14 വാക്കുകളാണ് ഫത്തഹയിലുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ 122-ൽ VA4 പറഞ്ഞിട്ടുണ്ട്. VA4 അറബി സ്റ്റഡി ക്ലാസ്സിൽ 4ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ജനറൽ നമ്പർ 122-ലാണ്, അത് കാണാം. അപ്പം ഇങ്ങനെ ഈ ഫത്തഹയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ലഘു വിവരണം. ഫത്തഹ എന്നുള്ള ഈ പദം പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ മുസ്ബത്താണ്. ടെൻസ് നോക്കിയാൽ മാലിയായ ഫെയിലാണ്. അപ്പം മാലി മുസ്ബത്ത്. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. പിന്നെ മഅറൂഫായ ഫെയിലാണ്. അപ്പം മഅറൂഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന് വേണ്ടാണ്. ആക്റ്റീവ് വോയിസാണ്. അപ്പം എന്തൊക്കെ വന്നു? മാലി, മഅറൂഫ്, മുസ്ബത്ത്. മാലി, മഅറൂഫ്, മുസ്ബത്ത്. മാലി, മഅറൂഫ്, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഈ പദം എന്തൊക്കെയാണെന്ന് പറയാം. ഫത്തഹ എന്നുള്ള ആ പദം മാലിയാണ്, മഅറൂഫാണ്, മുസ്ബത്താണ്. മാലി, മഅറൂഫ്, മുസ്ബത്ത്. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന വാചകത്തിനാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയും. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ അഫർമേറ്റീവ് പോസിറ്റീവും ഒരേ മീനിങ്ങാണ്. അഫർമേറ്റീവ്. അപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നതിനാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ എതിർവശം നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവാണ് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കുക. പോസിറ്റീവ്, നെഗറ്റീവ്. അത് കഴിഞ്ഞാൽ മഅറൂഫ്, മഅറൂഫ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ഈ ഫത്തഹ എന്നുള്ള ഫെയിലിൽ നമ്മൾ പഠിച്ചത് മാലി, മഅറൂഫ്, മുസ്ബത്ത്.
മാലി, മാറൂഫ്, മുസ്ബത്ത്. ഭൂതകാല ക്രിയയാണ് ഫത്തഹ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാറൂഫാണ്, ആക്റ്റീവ് വോയിസ് ആണ്, പിന്നെ മുസ്ബത്തുമാണ്. ഉണ്ടെന്ന് പറയുന്ന അഫർമേറ്റീവ് ആണ്. ഇങ്ങനെ 3 തരം കാര്യങ്ങളാണ് ഈ ഫീൽഡിൽ പഠിച്ചത്. ഇതിങ്ങനെ 14 അങ്ങനെയാണ്. അപ്പൊ അതിന് എന്താ അർത്ഥം വരിക? അവൻ ഫത്തഹ, അവൻ അടിച്ചു, അവൻ തുറന്നു എന്നാണ് ആ അർത്ഥം. ഫത്തഹ എന്ന് പറഞ്ഞാൽ 2 പേര് തുറന്നു, ഫത്തഹു അവർ തുറന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഫത്തഹത്ത് അവൾ തുറന്നു, ഫത്തഹത്ത അവൾ 2 പേര് തുറന്നു, 2 സ്ത്രീലിംഗ. ഫത്തഹിന അവർ തുറന്നു, അത് സ്ത്രീലിംഗം. അപ്പൊ പുല്ലിംഗം 3, സ്ത്രീലിംഗം 3 നമ്മൾ പഠിച്ചു. ഫത്തഹിന്ന എന്നാണ് ഞാൻ നീട്ടിയാൽ ഞങ്ങൾ തുറന്നു എന്നാണ് അർത്ഥം. ഫത്തഹിന്ന അവർ തുറന്നു, സ്ത്രീലിംഗം. ഇനി നീ തുറന്നു എന്നാ പറയുന്നത്, ഫത്തഹത്ത. അപ്പൊ ഫത്തഹ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എങ്ങനെ മീനിങ് പറയാം? യു ഓപ്പൺ, ഹി ഓപ്പൺഡ് past tense. He opened the door. He opened the door. Fataha al-baba. Fataha al-baba. They too opened the door. Fatahu al-baba. They opened the door. അതായത് 2-ൽ കൂടുതൽ, എത്ര കോടാനക്കോടി ആളുകൾ ഉണ്ടെങ്കിലും 2-ൽ കൂടുതൽ ഉപയോഗിക്കുക ഫത്തഹു എന്നാണ്. They opened the door. They opened. അപ്പം 2 മുതൽക്ക് 3 മുതൽക്കാണ് എത്ര എണ്ണം ഉണ്ടെങ്കിലും ഫത്തഹു എന്ന് പറയാം. അപ്പൊ അവർ തുറന്നു എന്നർത്ഥം. ഫത്തഹത്ത് അവൾ തുറന്നു, ഫത്തഹത്തിൽ ബാബ. ഫത്തഹത്ത് എന്താണ്? ഈ ത് എന്നുള്ളത് സ്ത്രീലിംഗത്തിന്റെ അടയാളമായ സുക്കൂനുള്ള തായാണ്. അത് അടുത്ത വാക്കിനും സുക്കൂനായപ്പോൾ, അക്ഷരത്തിനും സുക്കൂനായപ്പോൾ ഫത്തഹത്ത് അൽ ബാബ, ഫത്തഹത്ത് ഇൽ ബാബ എന്നാ വരിക. അത് കൂട്ടി പറയുമ്പോൾ 2 സുക്കൂൻ വന്നാൽ ആദ്യത്തെ അക്ഷരത്തിന് കെസർ പറഞ്ഞിട്ട് പറയണമെന്നാണ് നിയമം. അപ്പൊ ഫത്തഹത്തിൽ ബാബ, ഫത്തഹത്ത് ഇൽ ബാബ അങ്ങനെ പറയാൻ വിഷമാണല്ലോ. ഫത്തഹത്ത് ഇൽ ബാബ എന്ന് പറയാൻ വിഷമാണ്. അതുകൊണ്ട് ഫത്തഹത്തിൽ ബാബ എന്നാക്കി. ഇത് ഫത്തഹത്ത് എന്നുള്ളത് സ്ത്രീലിംഗത്തിന്റെ അടയാളമാണ്. പേരിൽ ചേർക്കുന്ന ഈ റായിബിന്റെ സ്ത്രീകൾക്ക് പേരിൽ ചേർക്കുന്ന അടയാളമാണ് സുക്കൂനുള്ള ത. ആ സുക്കൂന് പകരം ഖസറാണ് കൊടുക്കുന്നത്. കാരണം അടുത്ത അലിഫ്ലാമിൽ ലാമിന് സുക്കൂനാണ് അതിന്റെ പേരിൽ. അപ്പൊ ഫത്തഹത്തിൽ ബാബ, അവൾ വാതിൽ തുറന്നു. ഷീ ഓപ്പൺ ദ ഡോർ. ഷീ ഓപ്പൺ ദ ഡോർ. ഷീ. അപ്പൊ സ്ത്രീലിംഗം, ഇനി സ്ത്രീലിംഗം ദ്വിവചനാണ്. They too opened the door തന്നെ. They too opened the door. അവർ 2 പേർ വാതിൽ തുറന്നു, അത് സ്ത്രീലിംഗാണ്. They opened the door. ഫത്തഹനൽ ബാബ. They opened the door. They ladies ഒന്നും പറയണ്ട അവിടെ. They opened the door. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ ആണോ പെണ്ണോ ചെയ്തതെന്നൊന്നും നമ്മൾ വാചകത്തിൽ പറയില്ല. They too opened the door എന്ന് പറയും. They opened the door. അല്ലാതെ സ്ത്രീയോ പുരുഷനോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. അറബിയിൽ സ്ത്രീയാണ് തുറന്നത്, പുരുഷനാണ് തുറന്നത് എന്നുള്ള വാചകത്തിൽ തന്നെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. എന്താ അന്തർലീനമായി കിടക്കുന്നത്? ഫത്തഹ എന്ന് പറഞ്ഞാൽ ഹുവ എന്നൊരു വാക്ക് അതിൽ മറിഞ്ഞു കിടപ്പുണ്ട്. ഫത്തഹ അവൻ തുറന്നു, അവൻ എന്നുള്ളതാണ് ഹുവ എന്നുള്ളതിൻ്റെ അർത്ഥം. പിന്നെ ഫത്തഹ അവർ 2 പേര് തുറന്നു എന്നുള്ളതിന് ഹുമ എന്നാ പറയാ. ഹുമാ അവർ 2 പേര്. ഫത്തഹു എന്ന് പറഞ്ഞതിൽ അന്തർലീനമായി കിടക്കുന്ന വാക്ക് എന്താ? ഹൂം. അപ്പൊ ഫത്തഹ ഫത്തഹ ഫത്തഹു എന്നായി. ഇനി അവൾ തുറന്നു എന്നുള്ളതിന് ഷീ ഓപ്പൻഡ് ആണ്. അതില് ഫത്തഹത്ത് എന്നാണ് അറബിയിൽ പറയാ. അതിൽ അന്തർലീനമായിട്ടൊരു വാക്ക് കിടക്കുന്നത്, അത് ഹിയ എന്നാണ്. ഫത്തഹത്ത എന്ന് പറയുമ്പോഴോ അത് ഹുമ തന്നെ പറയാം. സ്ത്രീലിംഗം പുല്ലിംഗം ഹുമ തന്നെയാണ്. ഫത്തഹത്ത. ഇനി ഫത്തഹിന എന്നുള്ളതിൽ അന്തർലീനമായി കിടക്കുന്ന വാക്ക് ഏതാ? ഹുന്ന അവർ.
സ്ത്രീകളെ പറ്റി പറയുന്നതാണ് ഹുന്ന എന്ന്, അവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 14 വാക്കുകളിലും സ്ത്രീയോ പുരുഷനോ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ അത് പറയില്ല. അപ്പോൾ ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന എന്നുള്ള 6 വാക്കായി. ഇനി നീ എന്ന് പറയാം ഫത്തഹിത്ത. അവിടെ ആദ്യം താക്ക് സുക്കൂനായി, പിന്നെ ഫത്തഹിത്ത നീ തുറന്നു എന്നാണ് അർത്ഥം. അപ്പൊ നീ എന്നുള്ള അർത്ഥം വന്നു. ഫത്തഹിത്ത നീ തുറന്നു. യു ഓപ്പൺ ദ ഡോർ. ഫത്തഹിത്തുമ യു ടു ഓപ്പൺ ദ ഡോർ. ഫത്തഹിത്തും യു ഓപ്പൺ ദ ഡോർ. ഫത്തഹിത്തി നീ തുറന്നു, അത് സ്ത്രീലിംഗ, അത് യു ഓപ്പൺ ദ ഡോർ. ഫത്തഹിത്തുമ അൽ ബാബ യു ഓപ്പൺ ദ ഡോർ. ഫത്തഹിത്തുന്ന ഇത് സ്ത്രീലിംഗം ബഹുവചന, യു ഓപ്പൺ ദ ഡോർ. എല്ലാം ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ദ ഡോർ. അത് ഈ 6 വാക്കുകളും 3 പുല്ലിംഗം 3 സ്ത്രീലിംഗം, ഇതിനൊക്കെ കൂടി പറയുന്നത് എന്താ? യു എന്നുള്ള വാക്കാണ് അതിൽ അന്തർലീനമായി കിടക്കുന്നത്. അറബിയിൽ യു എന്ന് പറയുന്നത് എന്തിനൊക്കെ പറയും? അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അങ്ങനെ 6 വാക്കിനും യു എന്നാണ് അറബിയിൽ പറയും, അല്ല ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ 6 വാക്കിനും കൂടി നമുക്ക് യു ഓപ്പൺ ദ ഡോർ, ഫത്തഹിത്ത നീ തുറന്നു, നീ വാതിൽ തുറന്നു എന്നുള്ളതാണ് ഫത്തഹിത്തൽ ബാബ. ഫത്തഹിത്തുമ അൽ ബാബ എന്നുള്ള യു ഓപ്പൺ ദ ഡോർ തന്നെ. യു ടു ഓപ്പൺ ദ ഡോർ രണ്ടാളാണെന്ന് അർത്ഥം. അപ്പോൾ യു ഓപ്പൺ ദ ഡോർ. പിന്നെ ഫത്തഹിത്തും അൽ ബാബ ഇത് പുല്ലിംഗം ബഹുവചനാണ്, ഏത് സെക്കൻഡ് പേഴ്സൺ. ഫത്തഹിത്തും അൽ ബാബ നിങ്ങൾ ഓപ്പൺ ദ ഡോർ, നിങ്ങൾ ഓപ്പൺ ദ ഡോർ, യു ഓപ്പൺ ദ ഡോർ, എല്ലാം യു ഓപ്പൺ ദ ഡോറാണ്. അറബിയിൽ വ്യത്യാസം 6 വാക്കാണ്. ഹുമ, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. ഈ 6 വാക്കിനും കൂടി ഇംഗ്ലീഷിലുള്ള വാക്ക് യു എന്നാണ്. അപ്പോൾ ഈ വാക്കുകളിൽ അന്തർലീനമായി കിടക്കുന്നത് ഫത്തഹിത്ത എന്നതിൽ അന്ത എന്നും, ഫത്തഹിത്തുമ എന്നതിൽ അന്തുമ എന്നും, ഫത്തഹിത്തും എന്നതിൽ അന്തുൻ എന്നും, ഫത്തഹിത്തി എന്നതിൽ അന്തി എന്നും, ഫത്തഹിത്തുമ എന്നുള്ളതിൽ അന്തുമ എന്നും, ഫത്തഹത്തുന്ന എന്നുള്ളതിൽ അന്തുന്ന എന്നും, ഇങ്ങനെ വാക്കുകൾ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അപ്പോൾ 6 6 12 വാക്കുകളായി. ഈ 12 വാക്കുകൾക്ക് ശേഷം ഇനി പറയുന്നത് അന്ത, അന, നഹ്നു. അന എന്നുള്ളത് ഞാൻ എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും അവകാശപ്പെടാം. സ്ത്രീക്കും പുരുഷനും പറയാൻ പറ്റിയതാണ് ആ വാക്ക് അന എന്നുള്ളത്. നഹ്നു എന്നുള്ളത് ഞങ്ങൾ എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും പറഞ്ഞൂടെ. അപ്പോൾ അന നഹ്നു എന്നുള്ളത് വേർതിരിക്കുന്നില്ല, സ്ത്രീക്കും പുരുഷനും പറയാൻ പറ്റും. അത് ഫത്തഹിത്തു എന്നാ പറയാം, ഞാൻ തുറന്നു. ഫത്തഹിത്തുൽ ബാബ ഞാൻ വാതിൽ തുറന്നു. ആരാണ് വാതിൽ തുറന്നത്? അന, ഞാൻ എന്നുള്ളത്. അന ഫത്തഹിത്തുൽ ബാബ, അല്ലെങ്കിൽ ഫത്തഹിത്തുൽ ബാബ. ഫത്തഹിത്തുൽ ബാബ ഞാൻ വാതിൽ തുറന്നു. നഹ്നു ഫത്തഹിന അൽ ബാബ. നഹ്നു ഞങ്ങൾ തുറന്ന്, ഞങ്ങളാണ് വാതിൽ തുറന്നതെന്നുള്ളതിന് എങ്ങനെ പറയും? ഫത്തഹിന അൽ ബാബ. ഞാൻ നീട്ടണം. ഫത്തഹിന എന്നായാലോ അത് പിന്നെ ഗായിബിന്റെ സിഗ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, സ്ത്രീലിംഗം. ഫത്തഹിന ആ സ്ത്രീകൾ വാതിൽ തുറന്നു എന്നാണ്. ഫത്തഹിന ഞങ്ങൾ തുറന്നു എന്നാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ കൂടുതൽ മാലൂമാത്തുകൾ ഇതിൽ സംഘടിപ്പിച്ചുകൊണ്ട് വിശദമായി ഒന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞ വാചകങ്ങൾ തന്നെ അത് ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞു. ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന എന്നുള്ള ഈ പ്രോനൗൺസ് വെച്ച് പറഞ്ഞു. ഇതെല്ലാം അതിൽ അന്തർലീനമായി കിടക്കുന്ന വാക്കുകളാണെന്നും പറഞ്ഞു. ഇതിനൊരു പേരുണ്ട് അറബി ഗ്രാമറിൽ, ലമാഇർ എന്നാ പറയും. ലമാഇർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺസ്, നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നാണ് എന്ന് മലയാളത്തിൽ പറയാം. നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇനി ഇതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ പറയുന്നത്. തുറന്നു എന്ന് പറഞ്ഞാൽ തുറന്നില്ല എന്നാണ് പിന്നെ പറയുന്നത്. ആ തുറന്നില്ല എന്നുള്ളതിന് എന്ത് ചെയ്താൽ മതി? ഒരു മാ എന്ന വാക്ക് ഓരോ പദത്തിൻ്റെ ആദ്യത്തിൽ വെച്ച് കൊടുക്കുക. ഫത്തഹയുടെ ആദ്യത്തിൽ മാ വയ്ക്കുമ്പോൾ എന്തായി? മാ ഫത്തഹ.
തുറന്നു എന്നുള്ളത് തുറന്നില്ല എന്നായി, ബാക്കിയെല്ലാം അതിന്റെ മീനിങ് ആണ് തന്നെ. അപ്പോൾ അവൻ എന്നാണ്, അവൻ തുറന്നില്ല അൽ ബാബ വാതിൽ മാ ഫത്തഹൽ ബാബ, അവൻ വാതിൽ തുറന്നില്ല. അവർ രണ്ടുപേരും വാതിൽ തുറന്നില്ല എന്നുള്ളത് പറയാൻ എങ്ങനെ? മാ ഫത്തഹ അൽ ബാബ. ഇത് പുല്ലിംഗം സ്ത്രീലിംഗം? അത് പുല്ലിംഗം. അപ്പോ അത് പുല്ലിംഗമാണ്, മാലി മഅറൂഫാണ്, മംഫിയാണ്. മുസ്ബത്തല്ല മംഫി, നെഗറ്റീവിന് മംഫി എന്നാ പറയാം. അത് ഞാൻ ഈ തമ്പനയിൽ ഇതില് ടെംപ്ലേറ്റ്സിൽ ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. മാലി എന്താണ്, മഅറൂഫ് എന്താണ്, മജ്ഹൂൽ എന്താണ്, മുസ്ബത്ത് എന്താണ്, മംഫി എന്താണ്, അതിൻ്റെ മീനിങ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനയിൽ നോക്കിയാൽ ഇതെല്ലാം വിശദമായി മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറയാം മാ ഫത്തഹ മാ ഫത്തഹ മാ ഫത്തഹു മാ ഫത്തഹത്ത്, അവൾ തുറന്നില്ല. അൽ ബാബ വാതിൽ, മാ ഫത്തഹത്തിൽ ബാബ, അവർ രണ്ടുപേര് തുറന്നില്ല, സ്ത്രീകൾ അവർ രണ്ടുപേര് തുറന്നില്ല എന്നുള്ളതിനെ എങ്ങനെ പറയും? മാ ഫത്തഹത്ത അൽ ബാബ, അവർ വാതിൽ തുറന്നില്ല എന്ന് സ്ത്രീകളാണ് ഉദ്ദേശിക്കുന്നത്. മാ ഫത്തഹിനൽ ബാബ, മാ ഫത്തഹിന എന്നല്ല, മാ ഫത്തഹിനൽ ബാബ, അവർ വാതിൽ തുറന്നില്ല. ഇനി നീ തുറന്നില്ല, നീ വാതിൽ തുറന്നില്ല എന്നെങ്ങനെ പറയും? മാ ഫത്തഹിത്തൽ ബാബ, നിങ്ങൾ രണ്ടുപേര് തുറന്നില്ല എന്നുള്ളതിനോ മാ ഫത്തഹിത്തുമാ അൽ ബാബ, നിങ്ങൾ വാതിൽ തുറന്നില്ല. പുല്ലിംഗം ബഹുജനാണ് കേട്ടോ, സെക്കൻഡ് പേഴ്സൺ പുല്ലിംഗം ബഹുജനം. മാ ഫത്തഹിത്തും അൽ ബാബ, മാ ഫത്തഹിത്തുമുൽ ബാബ, അങ്ങനെ പറയാം. മാ ഫത്തഹിത്തും അൽ ബാബ വേറെ ആക്കിയിട്ടും പറയാം, നിങ്ങൾ വാതിൽ തുറന്നില്ല. ഇനി ഒരു സ്ത്രീയോടെ പറയുന്നത് നീ വാതിൽ തുറന്നില്ല എന്നുള്ളത്. മാ ഫത്തഹിത്തി അൽ ബാബ, യു ഓപ്പൺ ദ ഡോർ, യു ഡിഡിൻ ഓപ്പൺ ദ ഡോർ എന്നാ പറയാം. മാ ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നില്ല എന്നുള്ളതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? He did not open the door. He did not open the door. Didn't open the door. തുറന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാ വാക്കുകളും ഈ നിലയിൽ. ഇനി മാ ഫത്തഹത്തി അൽ ബാബ, നീ വാതിൽ തുറന്നില്ല. യു, ഇത് സ്ത്രീലിംഗം ഏകവചനാണ്. യു ഡിഡ് നോട്ട് ഓപ്പൺ ദ ഡോർ. യു ടു ഡിഡ് നോട്ട് ഓപ്പൺ ദ ഡോർ. മാ ഫത്തഹത്തുമാ, മാ ഫത്തഹത്തുന്ന, യു ഡിഡ് നോട്ട് ഓപ്പൺ ദ ഡോർ. യു എന്ന് പറഞ്ഞാൽ ആരവിടെ? അത് സ്ത്രീലിംഗാണ്. അറബിയിൽ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ തന്നെ പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് 14 വാചകങ്ങളായത്. ഇംഗ്ലീഷിൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അറബി വളരെ വിശദമായി ഓരോന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ വാക്കുകൾ വളരെ മൂജസായ ഒരു ഭാഷയാണെന്നാണ്. കലാമ് മൂജസാവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സംക്ഷിപ്ത രൂപത്തിൽ കൂടുതൽ വിശാലമായ അർത്ഥമുള്ള ഭാഷയായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത്. അത് ആർക്കാണ് അത് വ്യക്തമായി മനസ്സിലാവുക? ഭാഷാ പണ്ഡിതന്മാർ, അവർക്കാണ് അത് കൂടുതലായിട്ട് ആ നിലയിൽ വാചകങ്ങൾ സൃഷ്ടിക്കാനും അതിനെ സംബന്ധിച്ച് പറയാനും ഒക്കെ ഉള്ള ശേഷി അധികം ഉണ്ടാവുക അവർക്കാണ് എന്നർത്ഥം. കുറച്ച് പഠിച്ചവർക്ക് അതനുസരിച്ച് കുറഞ്ഞു വരും. കൂടുതൽ പഠിച്ചവർക്ക് ഇതിൻ്റെ ഈ സംക്ഷിപ്ത രൂപത്തിൽ കൂടുതൽ അർത്ഥവ്യാപ്തിയോടുകൂടി സംസാരിക്കേണ്ട വിധങ്ങളൊക്കെ അവർക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ മൂജസായ ഒരു കലാമാണ്, ഭാഷയാണ്. കൂടുതൽ അർത്ഥ വ്യാപ്തിയുള്ള ഭാഷയാണ്. വാക്കുകൾ കുറഞ്ഞു, കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള ഭാഷ. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാ ഫത്തഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നില്ല. ഹി ഡിഡ് നോട്ട് ഓപ്പൺ ദ ഡോർ. മാ ഫത്തഹ, അവർ രണ്ടുപേരും തുറന്നില്ല. എങ്ങനെയാണ് ഇത് മാ ഫത്തഹ എന്നുള്ളത്? മാലി മഅറൂഫ് മംഫിയാണത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 20 മിനിറ്റോളമായി. കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ ആവുന്നത് ആളുകൾക്കും ബോറടിക്കുന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഇത്രയും ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചെയ്യണം. ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം എന്നുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഇവിടെ നിർത്തുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും ഇഹത്തിലും പരത്തിലും രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.